എന്തിനെ എന്തിനു പേടിയാണ്? യെസ് ഗൈസ്, അപ്പോൾ വിഷു അല്ലേ, പടക്കമൊക്കെ ഒന്ന് പൊട്ടിച്ചാലോ? അങ്ങനെ പടക്കം വാങ്ങിച്ചു. പിന്നെ നല്ല ദാഹമുള്ളതുകൊണ്ട് കരിമ്പ് ജ്യൂസും കുടിച്ചു. പിന്നെ നേരെ വിട്ടത് നമ്മുടെ തറവാട്ടിലോട്ടാണ്. എന്തിനാന്ന് വെച്ചാൽ പിള്ളേരിനെ കൂട്ടാൻ. അങ്ങനെ കുട്ടികളൊക്കെ കൂട്ടി നമ്മൾ വീട്ടിലെത്തി. സമയം ചെയ്യാലോ പടക്കം പൊട്ടിക്കാൻ. ഈ കാണുന്ന രംഗങ്ങളാണ് ഉറക്കത്തിൽ നിന്ന് എങ്ങനെ എണീപ്പിക്കാം. അങ്ങനെ വീട്ടിലെത്തി പടക്കങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് നോക്കുക. അതേപോലെ എങ്ങനത്തെയൊക്കെ സെറ്റപ്പിലാണ് പടക്കങ്ങൾ എന്ന് നോക്കുക. എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി നോക്കലാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇവിടുത്തെ പൂച്ച കുട്ടികളെ വെറുപ്പിക്കലായി, എടുക്കലായി, മേത്തുക്കിടലായി. അവസാനം അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാടത്തു കൂടെ നടക്കാണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോൾ കുറേ വ്യത്യസ്തതരമായിട്ടുള്ള വീഡിയോകൾ കണ്ടു. പിന്നെ ഞങ്ങൾ കാത്തിരുന്ന സമയം പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങി. അങ്ങനെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളുടെ പേടിയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഓൻ്റെ സൈസിലുള്ള കമ്പിത്തിരി കണ്ടപ്പോൾ ആളങ്ങോട്ട് ഓണായി. ഇനി അത് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അടുത്ത കരച്ചിൽ. പിന്നെ അവസാനമായിട്ട് 30 റോക്കറ്റിൻ്റെ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അങ്ങനെ ഓട്ടത്തിൻ്റെ ഇടയിൽ അപ്പൂൻ്റെ വീഴ്ചയായി. പിന്നെ അതിൻ്റെ പേരിലുള്ള കളിയാക്കലായി. അങ്ങനെ കളിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ 30 റോക്കറ്റിൻ്റെ പടക്കം പൊട്ടിക്കാനുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ ഇതിനെ തിരികെ കൊട്ടി അങ്ങനെ ഓരോന്നായിട്ട് ആകാശത്ത് പോയി പൊട്ടാൻ തുടങ്ങി. പിന്നെ നമ്മുടെ മെയിൻ താരം ഗാലറിയിൽ നിന്ന് കളി കാണാം. അടുത്തതായി മനുഷ്യൻ്റെ കൈയൊക്കെ പൊള്ളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. നല്ല അസല് മുട്ട ബിരിയാണി ഞങ്ങൾ തട്ടിക്കൂട്ടി. പിന്നെ 1, 2, 3 ടേക്ക് കഴിഞ്ഞപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിക്കാനുള്ള തിരക്കത്തിലേക്കും. അങ്ങനെ ഞങ്ങളും തറവാട്ടിൽ പോയി അവരുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടെത്തിച്ചു. വിഷു അടിപൊളിയായിട്ട് കളറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഗായ്സ്, ബൈ.